നാട്ടിൽ നിന്നും മടങ്ങിയെത്തി മണിക്കൂറുകൾക്കകം ഹോസ്റ്റൽ മുറിയിൽ ദുരൂഹതയായി യുവ നേഴ്സിന്റെ അന്ത്യം. വാതിൽ തകർത്ത് അകത്തു കടന്നപ്പോൾ കണ്ടത് തൂങ്ങി നിൽക്കുന്ന മൃതദേഹം. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്ന കുറിപ്പെഴുതി വെച്ച കൊല്ലം സ്വദേശിനി അലീന കണ്ണൂരിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടി സഹപ്രവർത്തകർ. തലശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വാർത്തകൾ വിശദമായി ഇങ്ങനെയാണ്. കണ്ണൂർ തലശ്ശേരിയിൽ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന യുവ നഴ്സിനെ താമസ സ്ഥലത്തെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ ദാരുണമായ രീതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം അഷ്ടമുടി സ്വദേശിനിയായ അലീന സാബു എന്ന 25 വയസ്സുകാരിയായ യുവതിയാണ് കണ്ണൂർ തലശ്ശേരിയിലെ സ്ത്രീകളുടെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ ജീവനൊടുക്കിയത്. വ്യാഴാഴ്ച രാത്രി 8:30യോടെയാണ് നാടിനെയും സഹപ്രവർത്തകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയ ഈ ദാരുണ സംഭവം പുറം ലോകം അറിയുന്നത്. മൃതദേഹത്തിന് സമീപത്തു നിന്നും തന്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്ന് വ്യക്തമാക്കുന്ന ഹൃദയഭേദകമായ ഒരു ആത്മഹത്യാക്കുറിപ്പും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അലീനയുടെ അപ്രതീക്ഷിതമായ വേർപാടിന്റെ ഞെട്ടലിലാണ് തലശ്ശേരിയിലെ സഹപ്രവർത്തകരായ മറ്റ് നഴ്സുമാരും ഹോസ്റ്റൽ അന്തേവാസികളും. കഴിഞ്ഞ 5 വർഷത്തോളമായി തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വനിതാ ഹോസ്റ്റലിലായിരുന്നു അലീന താമസിച്ചു വന്നിരുന്നത്. അടുത്തിടെ അവധി ലഭിച്ചതിനെ തുടർന്ന് കൊല്ലത്തുള്ള സ്വന്തം വീട്ടിലേക്ക് പോയ അലീന ബുധനാഴ്ച വൈകിട്ടോടെയാണ് അവധിയൊക്കെ ആഘോഷിച്ച് തിരികെ ഹോസ്റ്റൽ മുറിയിലെത്തിയത്. തൊട്ടടുത്ത ദിവസം ജോലിക്ക് കയറാനിരിക്കെ വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഭവ വികാസങ്ങളുടെ തുടക്കം. രാത്രി 8:30 അലീനയുടെ മുറിയിൽ നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് സഹപ്രവർത്തകരും മറ്റ് ഹോസ്റ്റൽ അന്തേവാസികളും അലീനയെ ഫോണിലും നേരിട്ടും പലതവണ വിളിച്ചു നോക്കി. എന്നാൽ എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കാനോ പ്രതികരിക്കാനോ തയ്യാറാകാതിരുന്നതോടെ കൂടെയുള്ളവർക്ക് കടുത്ത സംശയം തോന്നി. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ചേർന്ന് മുറിയുടെ വാതിൽ ബലമായി തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് അലീനയെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഭയാനകമായി കണ്ടത്. പെട്ടെന്നുണ്ടായ കാഴ്ചയിൽ ഞെട്ടിത്തെറിച്ച സഹപ്രവർത്തകർ ഉടൻ തന്നെ വിവരം തലശ്ശേരി പോലീസിനെയും ആശുപത്രി അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവ സ്ഥലത്ത് പോലീസ് നടത്തിയ വിശദമായ തെളിവെടുപ്പിലാണ് തന്റെ അന്ത്യത്തിന് ഭൂമിയിൽ ആരും ഉത്തരവാദിയല്ല എന്ന് കൈപ്പടിയിൽ എഴുതിയ ചെറിയ കുറിപ്പ് കണ്ടെടുക്കാൻ സാധിച്ചത്. വ്യക്തിപരമായ കാരണങ്ങളാൽ വലിയ മാനസിക വിഷമത്തിലായിരുന്നു അലീനയെന്നാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. എങ്കിലും മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രേരണയോ പ്രയാസങ്ങളോ ഉണ്ടോ എന്ന് പോലീസിന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 4 വർഷമായി തലശ്ശേരിയിൽ തങ്ങി നഴ്സിംഗ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയ അലീന പഠനത്തിന് ശേഷം കഴിഞ്ഞ 1 വർഷമായി തലശ്ശേരിയിലെ മുൻനിര സ്വകാര്യ ആശുപത്രിയിൽ രജിസ്ട്രേഡ് നഴ്സായി ജോലി ചെയ്തു വരികയാണ്. മികച്ച രീതിയിൽ രോഗികളെ പരിചരിക്കുകയും എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുകയും ചെയ്യുന്ന അലീനയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു കടുത്ത തീരുമാനം ഉണ്ടാകുമെന്ന് കൂട്ടുകാരോ കുടുംബാംഗങ്ങളോ പ്രതീക്ഷിച്ചിരുന്നില്ല. ബുധനാഴ്ച വീട്ടിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴും അലീനയിൽ പ്രകടമായ തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഒന്നും കണ്ടിരുന്നില്ലെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. സംഭവത്തിൽ തലശ്ശേരി പോലീസ് ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.